ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരഗജ അരഗജ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് പേർ തീർച്ചയായും നിങ്ങൾ പല വീഡിയോസിലും കേട്ടിട്ടുണ്ടാകാം. ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ അരഗജ നമുക്ക് ദൃഷ്ടിദോഷം, കാര്യതടസ്സം തുടങ്ങി നമ്മളെ ചുറ്റി നിൽക്കുന്ന എല്ലാത്തരം നെഗറ്റീവ് എനർജീസിനെ റിപ്പല് ചെയ്യാൻ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ഇത് തിരുച്ചെന്തൂർ മുരുകക്ഷേത്രത്തിൽ നിന്നെന്ന് അങ്ങനെയല്ല, ഇത് ഞാൻ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. തിരുച്ചെന്തൂരിൽ നിന്ന് ഭഗവാന് പൂജിച്ചത് കിട്ടും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് എനിക്ക് വളരെ ജെനുവിൻ പ്രൊഡക്റ്റായി തോന്നി. ഉപയോഗിച്ച് വ്യത്യാസം എനിക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളോടും ഇത് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു പ്രത്യേക തരം ഔഷധക്കൂട്ടാണ്. ഇതിൽ കസ്തൂരി, ഗോരോചനം, പച്ചക്കർപ്പൂരം, പുനകു തുടങ്ങിയ വളരെ അപൂർവം സുഗന്ധം പരത്തുന്ന ഔഷധക്കൂട്ടുകൾ ചേർത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ലേപനം നമ്മൾ അപ്ലൈ ചെയ്ത്, അതായത് നമ്മൾ സിന്ദൂരം, ചന്ദനമൊക്കെ തൊടുന്ന പോലെ നമ്മൾ ഇത് തൊട്ടിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ ആ കാര്യം സമ്പൂർണ്ണ വിജയം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബന്ധങ്ങളിലൊക്കെ ഇഷ്യൂസൊക്കെ, ആകർഷണ ശക്തി, അതായത് ബന്ധങ്ങളിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നിത്യം തൊടാം, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് നിത്യം തൊടാം, ആകർഷണ ശക്തി, വശ്യശക്തിയും ഈ ഒരു ലേപനത്തിന് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിനും, ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് വിജയിക്കണം. പലപ്പോഴായി തടസ്സങ്ങൾ, പരാജയങ്ങൾ, എക്സാംസിന് പോകുമ്പോൾ പരാജയങ്ങളൊക്കെ ഉള്ളവർക്ക് എക്സാമിന് പോകുമ്പോൾ നമ്മൾ അധ്വാനിക്കാനുള്ളത് അധ്വാനിക്കുക, ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള ബട്ട് ചില ഗ്രഹങ്ങളുടെ അനിഷ്ടഭാവം കൊണ്ടോ അല്ലെ ചില കഷ്ടകാല സമയത്തിൻ്റെ കൊണ്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ അനിഷ്ടമുണ്ടെങ്കിൽ ഈ ലേപനം ധരിക്കുന്നത് വഴി നമുക്ക് അങ്ങനെ അത്തരത്തിൽ കഷ്ടകാലമായി നിൽക്കുന്ന അവസ്ഥാന്തരങ്ങളെ മാറ്റി ഒരു പോസിറ്റീവ് എനർജി തീർച്ചയായും ഈ ലേപനം ധരിക്കുന്നത് വഴി ലഭിക്കപ്പെടും എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ നിരന്തരമായി ധനം അമിതമായി നിങ്ങളുടെ കയ്യിൽ നിൽക്കാതിരിക്കുക, നഷ്ടപ്പെടുക, ഒത്തിരി വ്യയം വരിക, അതായത് ഓവർ സ്പെൻഡിങ് ആയി പോവുക, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നേരിടുന്ന ആളുകളുണ്ടെങ്കിൽ ഇതേപോലെ അരഗജം നിങ്ങളുടെ പേഴ്സിലോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ ഡ്രോയറിലോ ഇത് നമുക്ക് അവിടെ വയ്ക്കാം. അതുവഴി നമുക്ക് പണവർദ്ധനവുണ്ടാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മാത്രവുമല്ല, ഈ ലേപനം മഹാലക്ഷ്മി ദേവത ആയിട്ടും പണത്തിൻ്റെ ദേവതയുമായി ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നു. അതേപോലെ മുരുകൻ, ഞാൻ പറഞ്ഞല്ലോ, തിരുച്ചെന്തൂരിൽ നിന്ന്, മുരുക ക്ഷേത്രത്തിൽ നിന്ന് ഇത് പൂജിച്ച് കിട്ടും എന്ന് ഞാൻ പോയിട്ടില്ല. ഇത് ഞാൻ ഓൺലൈൻ സൈറ്റിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചുറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. ഞാനിത് വാങ്ങിച്ച് തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്രമാണ്. നിങ്ങൾക്ക് മുരുകൻ്റെ ക്ഷേത്രം അടുത്തുള്ളവർക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും മുരുകക്ഷേത്രത്തിലോ ഭഗവതി ക്ഷേത്രത്തിലോ കൊടുത്ത് പൂജിച്ച് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ തിരുച്ചെന്തൂർ പോയി ഭഗവാന്റെ നേരിട്ട് വാങ്ങാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഇല്ലാത്തവർ ഞാൻ ഈ സൈറ്റിൽ നിന്ന് ജെനുവിൻ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ സൈറ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം ഇത് വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മണി ബ്ലോക്കേജസ്, അങ്ങനെ അത്തരത്തിലുള്ള കാര്യതടസ്സങ്ങൾ ഒക്കെ ജീവിതത്തിൽ നിന്ന് വഴിമാറും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ
ഇപ്പം ജോലിയിലൊക്കെ ആണെങ്കിലും പ്രമോഷൻ കിട്ടാതിരിക്കുന്നവരുണ്ടാകും, പിന്നെ ജോലിയിൽ തന്നെ അമിത ഭാരം അനുഭവിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അതുമൂലം സ്ട്രെസ്, പ്രഷറൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ ലേപനം ധരിക്കുന്നത് വഴി വളരെ കാമായിട്ട്, അതായത് ചിലർക്ക് ഭയങ്കര തലവേദന അങ്ങനെയൊക്കെയുള്ളവരുണ്ടാവുമല്ലോ, പ്രഷർ, സ്ട്രെസ്സ്, അങ്ങനെയുള്ളവർക്കും നിത്യം ഇത് ലേപനം ഇങ്ങനെ ചന്ദനം തൊടുന്നത് പോലെ ഇരുപുരുകങ്ങളുടെയും മധ്യഭാഗത്തായി ഈ ലേപനം നമ്മൾ ചന്ദനം തൊടുന്ന പോലെ തൊട്ടാൽ നമുക്ക് തീർച്ചയായും നമ്മളുടെ ആ ഒരു ഫോക്കസ്, അതായത് ജോലിയിലുള്ള നമ്മുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ ഇതൊക്കെ വർദ്ധിക്കാനും കൂടുതൽ ഒരു പോസിറ്റീവ് ഊർജം ഒരു ദിവസം മുഴുവൻ നിലനിർത്താനും ഈ ലേപനം നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ സിനിമാ നടൻ വിജയ്, ഞാൻ മറ്റൊരു വീഡിയോയിൽ കണ്ടതാണ്, അദ്ദേഹവും ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അതേപോലെ തന്നെ നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യാൻ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ദൃഷ്ടിദോഷം, കാരണം നമ്മളിങ്ങനെ പലരും നമ്മൾ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എന്ത് തന്നെ ആയാലും നമ്മളുടെ എനർജി ഇങ്ങനെ ഈ പറഞ്ഞ് ആ ഒരു എനർജി ഡൗൺ ആകും. അത് ദൃഷ്ടി ദോഷം, മേ ബി ചിലർ നല്ലത് പറഞ്ഞാലും നമുക്കത് നെഗറ്റീവായി വരാം. ഈ നമ്മുടെ ഓറ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ശരിക്കും നമ്മളുടെ ഊർജ്ജവലയം, നമ്മളുടെ ഈ ദൃഷ്ടിദോഷം വരുമ്പോൾ ഈ ഊർജ്ജവലയം താഴേക്ക് പോവുകയും നമുക്ക് അമിതമായ ക്ഷീണം, തളർച്ച, ഇപ്പോൾ ഒരു ജോലിക്കൊക്കെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച മനുഷ്യരൊക്കെ ഒരു നിമിഷം കൊണ്ട് അവർക്ക് പെട്ടെന്നൊരു ഈ ദൃഷ്ടിദോഷമൊക്കെ ബാധിച്ച് ഡൗൺ ആകുന്ന വ്യക്തികളുണ്ട്. അതേപോലെ കുട്ടികളൊക്കെ നല്ല പഠിക്കാൻ സമർത്ഥരായ കുട്ടികളുണ്ടാവാം, അവരെയൊക്കെ തന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ കൂട്ട് ദൃഷ്ടി ബാധിച്ചിട്ട് പഠിത്തത്തിൽ പിന്നോക്കം പോവുക. അങ്ങനെയുള്ളവർക്കും ഒക്കെ ഈ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു ദിവസത്തെ മുഴുവൻ എനർജിയെയും പോസിറ്റീവായി വയ്ക്കാൻ വളരെയധികം ഈ ലേപനം ഹെൽപ്പ് ചെയ്യും. ഞാൻ വാങ്ങിയ എവിടെ നിന്നാണോ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൻ്റെ സൈറ്റ് ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പ്രൊഡക്റ്റ് വാങ്ങി, ഞാൻ പറഞ്ഞല്ലോ ഞാൻ സൈറ്റിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങി എൻ്റെ വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പൂജിച്ചാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് മുരുകക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ നിന്ന് പൂജിച്ച് വാങ്ങാം. ഇല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലോ നിങ്ങളുടെ വീടിനടുത്ത് ഏത് ക്ഷേത്രമാണോ ഉള്ളത് അവിടെ നിന്ന് നിങ്ങൾക്കിത് പൂജിച്ച് വാങ്ങി ഉപയോഗിക്കാം. തീർച്ചയായും ഒരു നല്ല മാറ്റം തന്നെ ഈ ലേപനം യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും.